ആത്മാനം കില കാലനേമിമസുരം ജാനൻ ഹതം വിഷ്ണുന കംസസ്തത്ര ഗൃഹേ നിബധ്യ നിഗടേ ശൗര്യം ച താം ദേവകിം ജാതം ജാതമഹംസ്തയോസ്തനുഭവം മത്വാ ഹരിം സ്വാന്തകം ഭീതസ്ത്വൽ സ്മരണേന മംഗളതനോ ശ്രീകൃഷ്ണ പാഹി പ്രഭോ. തന്നെ വിഷ്ണുവിനാൽ മുമ്പ് ഹനിക്കപ്പെട്ട കാലനേമി എന്ന അസുരനാണെന്നറിഞ്ഞ് ആ കംസൻ അവിടെ വസുദേവരെയും ദേവകിയെയും തൻ്റെ ഗൃഹത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് അങ്ങയെക്കുറിച്ചുള്ള സ്മരണയാൽ ഉണ്ടായ ഭയം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെ എല്ലാം തൻ്റെ അന്തകനായ ഹരിയാണ് എന്ന് വിചാരിച്ചിട്ട് വധിച്ചു. ഹേ പ്രഭു, മംഗളമൂർത്തി ശ്രീകൃഷ്ണ, അടിയനെ രക്ഷിക്കണമേ. കംസൻ അച്ഛനെ കാരാഗൃഹത്തിൽ അടച്ച് സ്വയം ചക്രവർത്തി പദം ഏറ്റെടുത്തു. സകല സജ്ജനങ്ങളെയും ദ്രോഹിച്ചു. ദേവകി വസുദേവന്മാരെ കാരാഗൃഹത്തിൽ അടച്ചു. അവർക്കുണ്ടാകുന്ന ഓരോ പുത്രനും തൻ്റെ അന്തകനായിരിക്കാം എന്ന് കരുതി ഉണ്ടാകുന്ന ക്രമത്തിൽ കുട്ടികളെ 6 പേരെയും നിഗ്രഹിക്കുകയും ചെയ്തു. കംസൻ ചെയ്തതെല്ലാം അമംഗളങ്ങളാണ്. കംസന്റെ ഈ ഭയം പോലും ഭഗവത് സ്മരണ മൂലം ആയതിനാൽ ക്രമേണ അത് മംഗളത്തിന് കാരണമാകും എന്ന് സൂചന. കംസന് ഒടുവിൽ സാരൂപ്യ മുക്തി ലഭിക്കുന്നുണ്ടല്ലോ. മംഗളമൂർത്തിയും ശ്രീകൃഷ്ണ ഭഗവാനുമായ നിന്തിരുവടി എന്നെയും രക്ഷിക്കണേ. ശ്രീമദ് ഭാഗവതം ആദ്യത്തെ അധ്യായത്തിലെ കഥയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവത് പ്രിയരായ സജ്ജനങ്ങളെ, നാളെ മുതൽ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ ഉത്സവ സംബന്ധിയായി ചുമതലകൾ ഉള്ളതിനാൽ ഉത്സവം കഴിയുന്നതുവരെ ശ്ലോകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് അസാധ്യമായിരിക്കും. അവിടെ നെറ്റ് പ്രോബ്ലവും പിന്നെ ജനത്തിരക്കും ഒക്കെ ഉള്ളതിനാലും മിക്കവാറും സമയങ്ങളിൽ ചുമതല നിർവഹിക്കാൻ ഉള്ളതിനാലും ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ ഇനി ശ്ലോകങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുള്ളൂ എന്ന് വിനീതമായി അറിയിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.